പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷ വചന പഠനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 25 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത്. ഇന്ന് യോഹന്നാൻ 15:26 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. യോഹന്നാൻ 15:26 ഇങ്ങനെയാണ്: ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. ആരംഭം മുതൽ എന്നോട് കൂടെയുള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ദീർഘമായ ഈശോയുടെ പ്രബോധനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 14-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പ്രധാനമായിട്ടും യോഹന്നാൻ 5 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ചെയ്യും എന്ന് ഈ 14, 15, 16 അധ്യായങ്ങളിലായി പറഞ്ഞു തരുന്നത്. 5 കാര്യങ്ങൾ: ഒന്ന്, പരിശുദ്ധാത്മാവ് സഹായകനാണ്, അഡ്വക്കേറ്റ്, പാറക്കലീത്ത, സഹായകൻ. രണ്ടാമത്തേത്, പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുന്ന ആളാണ്, അധ്യാപകനാണ്. മൂന്നാമത്തേത്, പരിശുദ്ധാത്മാവ് സാക്ഷ്യം നൽകുന്ന ആളാണ്, യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന പരിശുദ്ധാത്മാവ്. നാലാമത്തേത്, പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്ന ആളാണ്, അല്ലെങ്കിൽ കൺവിക്റ്റ് ചെയ്യുന്ന. നമ്മളത് 16-ാം അധ്യായത്തിൽ കാണും. അഞ്ചാമത്തേത്, പരിശുദ്ധാത്മാവ് നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ആത്മാവാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, 5 കാര്യങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് ഈ 14, 15, 16 അധ്യായങ്ങളിലായി പരിശുദ്ധാത്മാവ് ചെയ്യും എന്ന് പറഞ്ഞ് യോഹന്നാൻ പറഞ്ഞു തരുന്നത്. ഒന്നാമത്തേത്, അവൻ നമ്മളെ സഹായിക്കും, സഹായകൻ. രണ്ടാമത്തേത്, അവൻ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും, അധ്യാപകൻ. മൂന്നാമത്തേത്, പരിശുദ്ധാത്മാവ് സാക്ഷ്യം നൽകും. അതാണ് നമ്മളിപ്പോൾ ഈ 15:26 വായിച്ചത്. അവൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സാക്ഷ്യം നൽകും, യേശുവിന് സാക്ഷ്യം നൽകും. നാലാമത്തേത്, പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തും, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും. അഞ്ചാമത്തേത്, ശിഷ്യന്മാരെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഇതിലെ നമ്മൾ ആദ്യത്തെ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു 14-ാം അധ്യായത്തിൽ. സഹായകനാണ് എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ അധ്യാപകൻ എന്ന നിലയിൽ നമ്മളെ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും എന്ന വിധത്തിൽ. അതിലെ മൂന്നാമത്തേതാണ് പരിശുദ്ധാത്മാവ് സാക്ഷ്യം നൽകും എന്ന് പറയുന്നത്. ഞാൻ പിതാവിൻ്റെ അടുത്തുനിന്ന് നയിക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. ആരംഭം മുതൽ എന്നോട് കൂടെയുള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. ഇത് ഈ 2 വിധത്തിൽ നമുക്ക് കാണണം. ആ പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷ്യം നൽകും ഈശോയെക്കുറിച്ച്. പരിശുദ്ധാത്മാവ് തരുന്ന ആ സാക്ഷ്യത്തിലാണ് നമ്മൾ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നത്. അതാണ് അപ്പസ്തോല പ്രവർത്തനം 1:8 കണ്ടത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ക്രിസ്തീയ സാക്ഷ്യം യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ആ സാക്ഷ്യത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതായത് പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണയിൽ മാത്രമേ ഒരാൾക്ക് യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ കഴിയൂ. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും യേശുവിനെക്കുറിച്ച് ആരോടെങ്കിലും പറയാൻ മടിയോ താല്പര്യക്കുറവോ എന്തെങ്കിലും നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഏതെങ്കിലും ഒരു എതിർശക്തിയോ നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ യേശുവിനെ സാക്ഷ്യപ്പെടുത്താനുള്ള ആ സാക്ഷ്യത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് തരും. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ പന്തക്കുസ്ത അനുഭവം, ആ ശക്തി നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ മടിയുള്ളത്. ഇന്ന് ലോകത്ത് ആരെങ്കിലും യേശുവിനെക്കുറിച്ച് പറയുകയോ ജീവിതത്തിലൂടെ ഈശോയെ സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരിൽ പരിശുദ്ധാത്മാവ് നിറവോടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈശോയെക്കുറിച്ച് പറയാൻ മടിയുള്ള ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്, പ്രത്യേകിച്ച് സഭയിലുണ്ട്. ഈശോയെക്കുറിച്ച് പറയുന്നത് ഒരാവശ്യമില്ലാത്ത കാര്യമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുപോലെ ഈശോയെക്കുറിച്ച് പറയുന്നത് ഒരു കുറ്റകരമായ കാര്യമാണെന്ന് ചിന്തിക്കുന്നവർ പോലും ഉണ്ട്. പ്രത്യേകിച്ച് പല മതവിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർ അധിവസിക്കുന്ന ഭാരതം പോലുള്ള ഒരു മണ്ണിൽ സുവിശേഷം ഇനി പറയേണ്ട ആവശ്യമില്ലെന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട്. അല്ലെങ്കിൽ മത ഐക്യത്തിൻ്റെയോ അത്തരം ചില
സമീപനങ്ങളുടെയോ പേരിൽ ഇനി ഓരോരുത്തരും അവരവർ വിശ്വസിക്കുന്ന സത്യങ്ങൾ മാത്രം വിശ്വസിച്ചാൽ മതി, ഒരാളുടെ സത്യം മറ്റൊരാളിലേക്ക് ഇനി പകർന്നു കൊടുക്കാൻ പരിശ്രമിക്കേണ്ട എന്ന വിധത്തിലുള്ള സംഭാഷണങ്ങളും ചില സമകാലിക ചർച്ചകളിൽ കാണാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഈ സന്ദർഭങ്ങളിലൊക്കെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ലായ്മയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈശോയെക്കുറിച്ച് ആര് സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടത് പരിശുദ്ധാത്മാവാണ്. അതാണ് ഇവിടെ 15-ാം അധ്യായം അവസാനിക്കുമ്പോൾ ആ അവസാനത്തെ 2 വാക്യങ്ങൾ. ഇനി അതിൽ നിന്നാണ് 16-ാം അധ്യായത്തിലേക്ക് മൂവ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ഈ യഥാർത്ഥത്തിൽ ബൈബിളിൽ അധ്യായങ്ങളും വാക്യങ്ങളും ഒറിജിനലിൽ ഇല്ല. അധ്യായങ്ങളും വാക്യങ്ങളും ഒക്കെ പിന്നീട് ഇട്ടതാണ്, പിന്നീടുള്ള എഡിറ്റിംഗ് വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യോഹന്നാൻ 15-ാം അധ്യായത്തിൽ പറഞ്ഞുകൊണ്ട് വന്ന കാര്യങ്ങളുടെ തുടർച്ചയാണ് 16-ൽ പോകുന്നത്, അല്ലാതെ 16 ഒരു സെപ്പറേറ്റ് വിഷയമല്ല സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാക്ഷ്യം എങ്ങനെ കൊടുക്കണം എന്ന് 16-ാം അധ്യായത്തിൽ നമ്മൾ തുടർന്ന് വായിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത്. 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാനാണ്, നിങ്ങൾക്ക് ഒരു പിന്തിരിയുന്ന അനുഭവം ഉണ്ടാവാതിരിക്കാനാണ്, ബാക്ക് സ്ലൈഡിങ് വരാതിരിക്കാനാണ്, നിങ്ങൾ ഇട്ടിട്ട് പോകാതിരിക്കാനാണ്, നിങ്ങൾ പാതി വഴിയിൽ ഓടിപ്പോകാതിരിക്കാനാണ്. അതാണ് ഈശോ പറയുന്നത്. കാരണം ഈശോ ഇനി പറയാൻ പോകുന്നത് സാക്ഷ്യം നൽകുമ്പോൾ ഉണ്ടാകാനിടയുള്ള ചില പ്രതിസന്ധികളെക്കുറിച്ചാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരും. അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അത് ചെയ്യും. അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാനിത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യങ്ങൾ ആരംഭത്തിലേ നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇത് പ്രാക്ടിക്കലായിട്ടാണ് ഈശോ പറയുന്നത്. അതായത് ഈശോ പറയുന്നത്, ഇത്രയും നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇത് ഞാൻ പറയാതിരുന്നത്. ഒരു വളരെ ക്രിട്ടിക്കലായ സമയം ജീവിതത്തിൽ നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. ആ സമയം നിങ്ങളെ കൊല്ലുന്ന ഒരുവൻ താൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്ന് ചിന്തിച്ച് നിങ്ങളെ കൊല്ലുന്ന ഒരു സമയം വരും. ഏറ്റവും നല്ല ഉദാഹരണം പൗലോസാണ്. പൗലോസ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചത് യഹൂദ മതത്തിൽ താൻ ആരാധിച്ചിരുന്ന യഹോവയായ ദൈവത്തെ അത് പ്രസാദിപ്പിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ക്രിസ്ത്യാനികൾ ആയുധ മുനയിൽ കോർക്കപ്പെടുമ്പോൾ അവരെ കൊല്ലുന്ന മനുഷ്യർ ചിന്തിക്കുന്നത് അവർ ആരാധിക്കുന്ന ദൈവത്തെ ഈ കർമ്മം പ്രസാദിപ്പിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള മതത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങളുടെ പിന്നിലും ദൈവം പ്രസാദിക്കുന്നു എന്ന ചിന്തയിലാണ് മനുഷ്യർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ തങ്ങളുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്ന വിധത്തിൽ ആവേശത്തോടെ നിങ്ങളുടെ പ്രാണനെ ആയുധത്തിൻ്റെ മുനയിൽ കോർത്തെടുക്കുന്ന മനുഷ്യർ വരുമ്പോൾ നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാവാതിരിക്കാൻ, നിങ്ങൾ പുറകോട്ട് പോകാതിരിക്കാനാണ് ഞാൻ ഇതെല്ലാം പറയും. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും എന്നോട് ചേർന്നിരിക്കുന്നതിനെക്കുറിച്ചും എന്നിൽ വസിക്കുന്നതിനെക്കുറിച്ചും എല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് മുന്നിൽ കണ്ടിട്ടാണ്. അപ്പം ഞാൻ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വളരെ ശ്രദ്ധയ്ക്ക് വേണ്ടി വെക്കുകയാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഇനി ഈശോ സംസാരിക്കാൻ പോകുന്നത് മുഴുവൻ പീഡനങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. പീഡനങ്ങളുടെ പശ്ചാത്തലത്തിൽ മനുഷ്യൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആരാണ് അവനെ സഹായിക്കാൻ പോകുന്നത്? അപ്പോൾ എപ്പോഴും ഓർത്തോണം, 16-ാം അധ്യായത്തിൽ ഇനി ഈശോ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ മുഴുവൻ ഈശോയെ പ്രതി ശിഷ്യന്മാർ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം മനസ്സിൽ വെച്ചിട്ടാണ് ഈശോ അത് പറയുന്നത്. അപ്പോൾ ഈ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരിക്കുന്നു. ഇത്രയും കാലം പറയാതിരുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. 5-ാമത്തെ വാക്യം, എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ടും നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ ഇതെല്ലാം പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞതുകൊണ്ട്? ഞാൻ പോവുകയെന്ന് പറഞ്ഞതുകൊണ്ട്, നിങ്ങൾ പീഡിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അരികിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ഇത്. അതായത് ഇത്രയും നാൾ ഈശോ അവരുടെ കൂടെയായിരുന്നു, വിത്ത് ദം.
ഇനി ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആയിരിക്കും. ഇൻ യു, വിത്ത് യു, ഇൻ യു, രണ്ട് തരത്തിലുള്ള സാന്നിധ്യമാണ്. അതായത് ഈശോയ്ക്ക് ഇത്രയും നാളും അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അതൊരു ലോക്കൽ പ്രസൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ അതൊരു സ്ഥല പരിമിതമായ സാന്നിധ്യമായിരുന്നു. അതായത് ഈശോ അവർ യൂദയായിലാണെങ്കിൽ ഈശോ യൂദയായിൽ, അല്ലെങ്കിൽ ഈശോ ജെറുസലേമിലാണെങ്കിൽ അവർക്ക് ജെറുസലേമിൽ മാത്രമേ ഉള്ളൂ ഈശോ. അതൊരു ലോക്കൽ പ്രസൻസ് ആണ്, സ്ഥല കാല പരിമിതമാണ്. എന്നാൽ ഇനി ഈശോ പോയി കഴിഞ്ഞ് ഈശോ പരിശുദ്ധാത്മാവായി അവരുടെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ അതൊരു യൂണിവേഴ്സൽ പ്രസൻസ് ആണ്. അത് സാർവത്രികമായ ഒരു സാന്നിധ്യമാണ്. അതായത് ഈ ഈശോയുടെ സാന്നിധ്യം യഥാർത്ഥത്തിൽ അവർ ഇനി അനുഭവിക്കാൻ പോകുന്നത് ഒരു സ്ഥലത്ത് പരിമിതപ്പെട്ട ഒരു സാന്നിധ്യമായിട്ട് അല്ല, മറിച്ച് അതൊരു യൂണിവേഴ്സലായ പ്രസൻസ് ആണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, അത് ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാന്നിധ്യമായിട്ട് പരിശുദ്ധാത്മാവായിട്ട് വരാൻ സാധിക്കുകയുള്ളൂ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടെ ഉണ്ടായിരുന്നതിന് പകരം ഉള്ളിലാവുകയാണ്. ഉള്ളിലാവുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണ്? ഉള്ളിലാവുമ്പോൾ അത് കുറേ കൂടി അവർക്ക് അനുഭവിക്കാൻ പറ്റുന്ന സാന്നിധ്യമാണ്. അത് അവരുടെ ചിന്തകളിലും ഓർമ്മകളിലും അവരുടെ ഉള്ളിലെല്ലാം ഈശോയുടെ സാന്നിധ്യം നിറയുന്ന ഒരു അനുഭവമാണ്. ഇനി ഈശോ ഒരു സ്ഥലവുമായോ ഒരു കാലവുമായോ പരിമിതപ്പെട്ട ഒരു സാന്നിധ്യമല്ല. ഇത് ലിറ്റിൽ മോർ ഇൻറ്റിമേറ്റ് പ്രസൻസ് ആണ്. കുറേ കൂടി ഈശോയെ അവർക്കിനി ആഴത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന സാന്നിധ്യമായിട്ടാണ് പരിശുദ്ധാത്മാവ് അവരിലേക്ക് വരുന്നത്. നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഈശോ തന്നെയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് വരുമ്പോഴും ഈശോയുടെ തന്നെ സാന്നിധ്യമാണത്. പരിശുദ്ധാത്മാവ് ഈശോയും ദൈവത്വത്തിൽ രണ്ട് വ്യക്തികളാണെങ്കിലും അവർ ദൈവം എന്ന നിലയിൽ ഒന്നാണ്. അപ്പോൾ ഈശോയുടെ ആത്മാവാണ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് അവരിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ വരുന്നത് ഈശോ തന്നെയാണ്. ഈശോ തൻ്റെ ആത്മാവിൽ അവരിലേക്ക് വരികയാണ്. അപ്പോൾ സാന്നിധ്യം കുറെ കൂടി തീക്ഷ്ണമായിട്ട് മാറും എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ടെന്നാ, അതുകൊണ്ട് നിങ്ങൾ അസ്വസ്ഥമാവണ്ട, ദുഃഖപൂരിതമാവണ്ട. ഇനി വളരെ പ്രധാനപ്പെട്ട അടുത്ത വാക്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് അവൻ വന്ന്, അതായത് സഹായകനായ പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ഇത് ഒത്തിരി തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൊരു വാക്യമാണിത്. ഇത് നമ്മൾ വായിക്കുമ്പോഴൊക്കെ നമ്മൾ സാധാരണ വിചാരിക്കാറുള്ളത് ഈശോ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മളെ ബോധ്യപ്പെടുത്തും എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തുമെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ലോകത്തെ ബോധ്യപ്പെടുത്തുമെന്നാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് ലോകം എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥമുണ്ടെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഒരു പ്രധാനപ്പെട്ട അർത്ഥം, ഈശോയെ സ്വീകരിക്കാത്ത മാനവകുലത്തിൻ്റെ പേരാണ് ലോകം. ഈശോയുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന മനുഷ്യ സമൂഹത്തിൻ്റെ പേരാണ് ലോകം, അല്ലെങ്കിൽ ഈശോയെ തിരസ്കരിക്കുന്നവരുടെ പേരാണ് ലോകം. ആ ലോകത്തെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. 3 കാര്യങ്ങളാണ്. ഒന്ന് പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. 2 നീതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. 3 ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. എന്താണ്, എങ്ങനെയായിരിക്കും ലോകത്തെ ബോധ്യപ്പെടുത്താൻ പോകുന്നത്? എന്നിട്ട് ഈശോ തന്നെ അത് പറയുകയാണ്, അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ച്. എന്താണ് ലോകത്തിൻ്റെ പാപം? ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായി വന്ന യേശുവിനെ വിശ്വസിക്കാത്തതാണ്. നിങ്ങൾക്കറിയാമോ, ഏറ്റവും വലിയ പാപം, 10 കൽപ്പനകളുടെ ലംഘനത്തെക്കാളും വലിയ പാപം യേശുവിനെ തള്ളി പറയുന്നതാണ്. കാരണം ഒരു മനുഷ്യനും സ്വന്തം കഴിവ് കൊണ്ട് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. സ്വന്തം പരിശ്രമം കൊണ്ട് രക്ഷ പ്രാപിക്കാൻ കഴിയാത്ത മനുഷ്യന് സൗജന്യമായ രക്ഷയുടെ ഒരു പാത തുറക്കപ്പെട്ടു വരികയാണ് യേശുക്രിസ്തുവിലൂടെ. അപ്പോൾ അവനെ രക്ഷയുടെ വഴി വേണ്ടാന്ന് പറയുമ്പോൾ അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പാപം. അപ്പോൾ അവർ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ച്. ഇപ്പം ലോകത്തോട് പരിശുദ്ധാത്മാവ് പറയും, നിങ്ങളുടെ പാപം യേശുവിൽ വിശ്വസിക്കാത്തതാണ്. അതാണ് പാപം. യേശുവിനെ തള്ളിക്കളയുന്നതാണ്. അത് പാപമാണ്. അതാണ് ഏറ്റവും വലിയ പാപം. അത് പരിശുദ്ധാത്മാവ് അവരെ ബോധ്യപ്പെടുത്തുമെന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അത് ക്ലിയർ അല്ല, കൺവിക്റ്റ് ചെയ്യുമെന്നാണ്. എന്ന് പറഞ്ഞാൽ കൺവിക്റ്റ് ചെയ്യും, ഒരു കുറ്റവാളിയെ കൺവിക്റ്റ് ചെയ്യും നമ്മൾ പറയത്തില്ലേ, കൺവിക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ അവരെ ആ കുറ്റം ബോധ്യപ്പെടുത്തുമെന്നാണ് പാപത്തെക്കുറിച്ച്. ഇനി രണ്ടാമതായിട്ട് നീതിയെക്കുറിച്ച്, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേലിൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നീതിമാനായിട്ട് ഒരാളേ ഉള്ളൂ, ഈശോ.
ആ ഈശോയ്ക്ക് മാത്രമാണ് പിതാവിൻ്റെ പക്കലേക്ക് പ്രവേശിക്കാൻ യോഗ്യതയുള്ളത്. പിതാവിനെ ഈശോ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഈശോ പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സ്വർഗം തുറക്കപ്പെട്ട് അവനെ സ്വീകരിക്കുകയാണ്. സ്വർഗം സ്വീകരിക്കാൻ യോഗ്യതയുള്ളത് യേശുവിന് മാത്രമാണ് അതിനുള്ള യോഗ്യതയുള്ളത്. വേറെ ആർക്കും ആ യോഗ്യതയില്ല. ആർക്കെങ്കിലും ആ യോഗ്യത, ആ നീതിയുടെ വാതിൽ ആർക്കെങ്കിലും വേണ്ടി തുറക്കപ്പെടണമെങ്കിൽ അത് ഈശോയിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. അതാ പറയുന്നത്, ഞാൻ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതുകൊണ്ട് നിങ്ങൾ ഇനിമേൽ എന്നിൽ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും. അത് ഒരു ജഡ്ജ്മെൻറ്റിനെ കുറിച്ചെന്നല്ല എന്നർത്ഥം. അതായത് നീതി എന്ന് പറഞ്ഞാൽ ഈശോ പറയുകയാണ്, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും, നീതി എന്ന് പറഞ്ഞാൽ ഈശോയാണ്. ഈശോ മാത്രമേ ഉള്ളൂ നീതിയുടെ വഴി. ഈശോ മാത്രമേ ഉള്ളൂ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴി. അത് ബോധ്യപ്പെടുത്തും. ഞാൻ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾ ഇനിമേലിൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും. മൂന്നാമതായിട്ട്, ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും. നമുക്ക് ന്യായവിധി ഉണ്ടെന്നല്ല ബോധ്യപ്പെടുത്തുന്നത്. ഈ ലോകം ഒരു വിധിക്കപ്പെട്ട ലോകമാണ്. ഈശോ യഥാർത്ഥത്തിൽ ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ പക്കലേക്ക് പോകുമ്പോൾ ഈശോയുടെ കുരിശുമരണത്തിലൂടെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? പിശാച് വിധിക്കപ്പെട്ടു. പിശാച് ആരാണ്? ഇവിടെ പറയുന്നത് ലോകത്തിൻ്റെ അധികാരി എന്നാണ്. അതുകൊണ്ട് ഒരാളും ഈ ലോകത്തിൽ പ്രതീക്ഷ വെക്കാൻ പാടില്ല. പ്രതീക്ഷ വെച്ചതുകൊണ്ട് കാര്യമില്ല. ഈ ലോകത്തിൻ്റെ ദേവൻ വിധിക്കപ്പെട്ട ഒരാളാണ്. ലോകം വിധിക്കപ്പെട്ടൊരു ലോകമാണ്. ലോകം എന്ന് പറഞ്ഞാൽ ഈശോയെ സ്വീകരിക്കാത്ത ഒരു മാനവകുലം വിധിക്കപ്പെട്ട ലോകമാണ്. അതുകൊണ്ട് നിങ്ങൾ ലോകത്തിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ലോകത്തിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ലോകത്തിലെ നേട്ടങ്ങൾ നേടിയതുകൊണ്ട് കാര്യമില്ല. ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ട ആളാണ് എന്ന് ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. അപ്പോൾ ഇത് കൺവിക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. എന്താ പാപം, എന്താ നീതി, എന്താ ന്യായവിധി എന്ന് പരിശുദ്ധാത്മാവ് കൺവിക്റ്റ് ചെയ്യും. അപ്പോൾ ബോധ്യപ്പെടുത്തും. നമ്മളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ 5ാമത്തെ പ്രവർത്തനമാണ്. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. നോക്കിയ പരിശുദ്ധാത്മാവിന് ഈശോ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സത്യാത്മാവെന്നാണ്. ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. സത്യത്തിൻ്റെ ആത്മാവാണ്. സത്യം പറഞ്ഞു തരുന്ന ആത്മാവാണ്. സത്യം ബോധ്യപ്പെടുത്തുന്ന ആത്മാവാണ്. സത്യത്തിലേക്ക് നയിക്കുന്ന ആത്മാവാണ്. അവൻ സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നത്. നോട്ട് ബൈ ഹിസ് ഓൺ അവൻ സംസാരിക്കുന്നത്. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. ഈശോയെക്കുറിച്ച് അങ്ങനെയല്ലേ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം, അവർ തമ്മിലുള്ള ആ വലിയ ഐക്യത്തിൻ്റെ സൂചനയാണത്. ഞാൻ പിതാവിൽ നിന്ന് കേൾക്കുന്നതാണ്, അല്ലെ പുത്രനിൽ നിന്ന് കേൾക്കുന്നതാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്നതിൻ്റെ വ്യാഖ്യാനമാണത്. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഈശോയോട് ബന്ധമില്ലാത്ത കാര്യങ്ങളല്ല സംസാരിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് ഈശോ ഈ ഭൂമിയിൽ പൂർത്തീകരിച്ച രക്ഷാകര കർമ്മത്തിൽ നിന്ന് ആണ് ആ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും എല്ലാം ചെയ്യാൻ പോകുന്നത്. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒരു 3 ഡിവിഷൻ നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളെ ഒന്ന് അടുക്കും ചിട്ടയോടുകൂടി കാണുന്നതിന് ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു 3 കാര്യങ്ങൾ പറയുകയാണ്. ഒന്നാമത്തേത്, ഇത് ഈശോയുടെ വിടവാങ്ങൽ പ്രസംഗമാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഇതിങ്ങനെ നമ്മൾ 20-22 മിനിറ്റൊക്കെയുള്ള ചെറിയ എപ്പിസോഡുകളിലായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞൊക്കെ ആയിരിക്കും അടുത്ത് കേൾക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഈ കണക്ഷൻ എല്ലാം വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോട്ട് എഴുതി പോകുമ്പോൾ ഓർക്കണം, 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ ഒറ്റ രാത്രിയിലെ ഈശോയുടെ പ്രസംഗമാണ്. അത് ഈശോയുടെ വിടവാങ്ങൽ പ്രസംഗമാണ്. ഈശോ ശിഷ്യന്മാരോട് യാത്ര പറയുന്ന ആ വിടവാങ്ങൽ പ്രസംഗമാണ്. അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിൻ്റെ 31 മുതൽ 14-ാം അധ്യായത്തിൻ്റെ 31 വരെയാണ് ഒന്നാമത്തെ ഒരു ഭാഗം. അതിനെ പറയുന്നത് ഫെയർവെൽ ഡിസ്കോഴ്സ് 1 എന്നാണ്. വിടവാങ്ങൽ പ്രസംഗം 1-ാം ഭാഗം 13:31 മുതൽ 14:31 വരെ. ഇനി 15:1 മുതൽ 16:4 വരെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ 2-ാം ഭാഗമാണ്. 15:1 മുതൽ 16:4 വരെ. 16:4 മുതൽ 33 വരെ ഫെയർവെൽ ഡിസ്കോഴ്സ് പാർട്ട് 3 ആണ്. വിടവാങ്ങൽ പ്രസംഗം ഭാഗം 3 ആണ്. അപ്പോൾ ഞാൻ ഈ 3-ാം ഭാഗത്തെ വാക്യം 15 വരെയാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഇനി ഈ 16-ാമത്തെ വാക്യം മുതൽ 33-ാമത്തെ വാക്യം വരെ ഇതിൻ്റെ ഒരു തുടർച്ച നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാനായിട്ട് ശ്രമിക്കാം.
നിങ്ങൾ വളരെ ശ്രദ്ധയോടെ പഠിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഈ ഇത്തിരി തിരക്ക് കാരണം വിട്ടുപോകുന്നുണ്ട്, റെക്കോർഡ് ചെയ്യാൻ കഴിയാതെ വന്ന സന്ദർഭങ്ങളുണ്ട്. എങ്കിലും നിങ്ങൾ പഴയ എപ്പിസോഡുകളൊക്കെ കണ്ട് പഠിച്ച് എഴുതി മുന്നോട്ട് പോകുന്നെങ്കിൽ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നല്ലതുപോലെ വചനം പഠിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെയും പ്രാർത്ഥനകളിൽ ഓർക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.